Hi dears, today topic is NCERT solution class 9 mathematics chapter 2 introduction to linear polynomial exercise 2.3. Okay, chapter 2 exercise 2.3. Please listen. Solve the following. The first question is, a student has rupees 500 in her saving bank account. She gets rupees 150 every month as pocket money. How much money will she have at the end of every month from the second month onwards? Okay. How much money will she have at the end of the every month from the second month onwards? Then how to calculate this? Then find a linear expression to represent the amount. She will be in she she will have in nth month. Okay, nth months. Then initial amount in bank, how much? Initial amount in bank, how much? Rupees 500. This one is given. Okay. Monthly pocket money, how much? Monthly pocket money, how much? How much? Rupees 150. Okay. ഫസ്റ്റ് മനസ്സിലായിട്ടില്ലേ? അതിൽ നമ്മൾ nth മന്ത് ആയിട്ട് എടുക്കുന്നു. nth മന്ത് ആയിട്ട് എടുക്കുന്നു. പിന്നെ ഇനീഷ്യൽ എമൗണ്ട് ഇൻ ബാങ്ക് അത് ഗിവൺ ആണ്. തന്നിരിക്കുന്ന ഗിവൺ ഒക്കെ നമ്മൾ എഴുതുന്നു. 500 റുപ്പീസ് ആണ് ഇനീഷ്യൽ എമൗണ്ട് ഇൻ ബാങ്ക്. മന്ത്ലി പോക്കറ്റ് മണി ആയിട്ട് എത്രയാണ്? റുപ്പീസ് 150 ആണ്. പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് എന്താണ്? എൻഡ് ഓഫ് ദ സെക്കൻഡ് മന്ത്. അറ്റ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് മന്ത് അതേപോലെ തന്നെ എഴുതും കേട്ടോ. അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് മന്ത്. അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് മന്ത് എങ്ങനെ നോക്കുക? സെക്കൻഡ് മന്ത് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? ഓക്കെ, ഗുഡ്. 500 പ്ലസ് സെക്കൻഡ് മന്ത് ആണ് 2 ഇൻറ്റു എത്ര മന്ത്ലി പോക്കറ്റ് മണി ആയിട്ട് എത്ര എടുക്കുന്നത്? 150 അല്ലേ? 150. ഓക്കെ, കറക്റ്റ്. ഈസ് ഈക്വൽ ടു 800. ഓക്കെ, 800. Is it clear? $800 എങ്ങനെ കിട്ടിയേ? 500 പ്ലസ് 2 ഇൻറ്റു 150. അത് എഴുതണം വീണ്ടും. ഓക്കെ, എങ്കിലും എഴുതാം. ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി എഴുതുന്നു. 500 ഈക്വൽ ടു 500 പ്ലസ് 2 ഇൻറ്റു 150 എന്ന് പറയുമ്പോൾ എത്രയായി? 300. ഓക്കെ, ദാറ്റ് വൺ ഈസ് ഈക്വൽ ടു 800. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ദെൻ നെക്സ്റ്റ് എന്താ കാണണ്ടേ? തേർഡ് മന്ത് അല്ലേ? തേർഡ് മന്ത് എത്ര വരുമോ? തേർഡ് മന്ത് എങ്ങനെ വരുമോ? ഈക്വൽ ടു ഓക്കെ പറ. ടെൽ മീ. 500 പ്ലസ് ഓക്കെ ഗുഡ് 3 ഇൻറ്റു 150. 3 ഇൻറ്റു 150 ദാറ്റ് വൺ ഈസ് ഈക്വൽ ടു 500 പ്ലസ് 3 ഇൻറ്റു 150. 450 അല്ലേ? 450 ഈസ് ഈക്വൽ ടു 950. ക്ലിയർ ആയില്ലേ? അപ്പൊ ഫോർത്ത് മന്ത് ഈസി അല്ലേ ഇത്? ഫോർത്ത് മന്ത് 500 പ്ലസ് 4 ഇൻറ്റു 150 ദാറ്റ് വൺ ഈസ് ഈക്വൽ ടു എത്രയാ? റുപ്പീസ് തന്നെ അടിക്കും. റുപ്പീസ് ഈസ് ഈക്വൽ ടു ഓക്കെ 500 പ്ലസ് 4 ഇൻറ്റു 150 1100. ഓക്കെ, ആൻഡ് സോ ഓൺ. ഇതേപോലെയല്ലേ ഓരോ മന്തിലും കാണുന്നത്? അതെ, 150 ആണ് പോക്കറ്റ് മണി ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഓരോ മന്തിലും എന്ത് 500 പ്ലസ് എന്ത്
ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, തേർഡ് മന്ത് എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എന്നിട്ട് എഴുതുക ഇൻറ്റു 150 പോക്കറ്റ് മണി. ഓക്കെ. പിന്നെ എന്താ പറഞ്ഞേ, ലെറ്റ് ദ എമൗണ്ട് ഇൻ ദ nth മന്ത് ബി. ലെറ്റ് ദ എമൗണ്ട് nth മന്ത് ആയെങ്കിൽ എങ്ങനെയായിരിക്കും, അത് അതേപോലെ എഴുതുക. ലെറ്റ് ദ എമൗണ്ട് ഇൻ ദി nth മന്ത് ബി എന്ത് ഞാൻ ഇവിടെ എ എന്ന് പറയുന്നു കേട്ടോ, എ നോട്ട് ചെയ്യുന്നു. ദെൻ എ എൻ ഈസിക്കൽ ടു, അപ്പം എന്തായിരിക്കും, എ എൻ എന്തായിരിക്കും 500 പ്ലസ് 150. എത്ര മന്താണോ അത് nth ടേമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ n 150 n. ജസ്റ്റ് ദ റിക്വയർഡ് ലീനിയർ എക്സ്പ്രഷൻ. അതല്ലേ പറഞ്ഞ റിക്വയർഡ് ലീനിയർ എക്സ്പ്രഷൻ ഈസ് ദിസ്. ദ required linear expression is അങ്ങനെ എഴുതാം നമുക്ക്. ഓക്കെ ഗുഡ്. എന്താ എ എൻ nth. ഓക്കെ, എ എൻ ഈക്വൽ ടു 150 nth പ്ലസ് 500. ഓക്കെ, ക്ലിയർ അല്ലേ? ഈസി ആണ്, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A rally starts with 120 members. Each hour, 9 members drop out of the group. How many members will remain after 1, 2, 3 hours, etc. hours? Okay, 1, 2, 3, etc. hours. Find a linear expression to represent the number of members at the end of the nth hour. Nth hour linear expression find ചെയ്യാൻ വേണ്ടി. Okay, first of all, initial members is equal to how much? Okay, start with 120. Okay, that one is initial members. Members leaving each hour, how much? Members leaving each other equal to each hour 9 members drop out. Okay, 9 members. Okay, equal to 9 after 1 hour. After 1 hour എത്ര ആയിരിക്കും? ഓക്കെ, 1 hour is equal to എന്ത്, എങ്ങനെ എഴുതുക? 1 initial members 120 minus 9. 1 hour minus 9. That one is equal to 111. Okay, then 2 hour 120 minus 9 plus 9, 18. Okay, that one is equal to 102. Okay, then 3 hour 100 initial 120 minus 3 hours, 9 plus 9 plus 9, 27. Okay, 27. That one is equal to 93. Okay, clear അല്ലേ? So nth hour the required linear expression is, therefore the required linear expression is m n is equal to 120 minus 9n. Clear? That one is equal to linear expression. Clear? ഇവിടെ ഡൗട്ട് വരുന്നതിന് എന്താ, 1 hour ഓരോ 9 ആളാണ് പിന്നെ ലീവ് ചെയ്ത് പോകുന്നത് ഓരോ അവേഴ്സിലും 9. അപ്പോൾ 9 ആണ് ലീവായിട്ട് പോകുന്നത് അല്ലേ? അപ്പോൾ 1 hour 9 ആൾക്കാർ പോയി, പിന്നെ
2 hour ആകുമ്പോൾ എന്തായി 9 + 9 2 9s are 18 ആയി 3 hour 27 4th hour ആണെങ്കിൽ 36 ആയിരിക്കും അല്ലേ അപ്പൊ അങ്ങനെയാണ് അപ്പൊ nth ടേം ഓഫ് ദി ലീനിയർ എക്സ്പ്രഷൻ ഓക്കെ ക്ലിയർ ആണോ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സപ്പോസ് the length of a rectangle is 13 centimeter 13 centimeter find the area if the breadth is first one 12 centimeter second one 10 centimeter third one 8 centimeter find the linear pattern representing the area of the rectangle okay then we can write L is equal to how much 13 centimeter okay area means L into B is equal to breadth is equal to first cases breadth is equal to 12 centimeter this one is given then area find the area is equal to L into B length into breadth length into breadth that one is equal to 13 into 12 how much 156 centimeters square clear then second case is breadth is equal to 10 centimeter okay this one is given 10 centimeter then area is equal to length into breadth 30 into 10 how much 130 centimeter square third case is breadth is equal to 8 centimeter okay this one is given area is equal to 13 into 8 that one is equal to 104 centimeter square clear അല്ലേ ഒന്നും ഡൗട്ട് ഇല്ലല്ലോ then next find the area find the linear pattern representing the area of the rectangle in these cases let breadth is equal to x centimeter then so area the breadth x centimeter area means area is equal to 30 into x okay 30 into x length is given okay the breadth is x then 30 into x അതാണ് ഇവിടെ 13 എന്ന് പറഞ്ഞാൽ ലെങ്ത് ഈസ് ഗിവൺ തന്നിട്ടുണ്ട് അതിന് എക്സ് കേസസ് അതായത് ബ്രെഡ്ത്ത് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു അതായത് ഇത് കണ്ടിന്യൂസ് ആയി പോകുന്ന പാറ്റേൺ ആയതുകൊണ്ട് അതിനെ എക്സ് ആയിട്ട് എടുത്തു അപ്പൊ എന്താ 30 ഇൻറ്റു എക്സ് എത്രയാണ് nth ടേം അല്ലെ എക്സ് ടേം ആണെങ്കിൽ അത് അല്ലെ n ആണെങ്കിൽ 13 ഇവിടെ എക്സ് ആയിട്ട് എടുത്തുകൊണ്ട് 13 എക്സ് ഓക്കെ ദിസ് ലീനിയർ പാറ്റേൺ ഈസ് this pattern is area that means A is equal to 13x this one is linear expression okay linear pattern clear then next fourth question suppose the length of a rectangle box is 7 centimeter and the breadth is 11 centimeter. Find the volume if the height is first one 5 centimeter, second one 9 centimeter, third one 13 centimeter. Find the linear pattern representing the volume of the rectangular box. First case ഏതൊക്കെ പറഞ്ഞേ 5 centimeter, 9 centimeter, 13 centimeter. Then height is then length of a rectangular box is length 7 centimeter and breadth is 11 centimeter. Height കണ്ടുപിടി ഹൈറ്റ് അല്ല സോറി വോളിയം കണ്ടുപിടിക്കുക അല്ലെ ഫൈൻഡ് ദ വോളിയം if height തന്നു അറിയാം നമുക്ക്
ഹൈറ്റും ബ്രെഡ്ത്തും ലെങ്ത്തും കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ, വോളിയം കണ്ടുപിടിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് വാല്യൂ കൊടുത്താൽ മതി. ഓക്കെ, നൗ ലെറ്റ് സ്റ്റാർട്ട്. L is equal to 7 centimeter, breadth is equal to 11 centimeter. Okay, then volume is equal to, വോളിയത്തിന് ഫോർമുല എന്താ, വോളിയം കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ദെൻ 7 ഇൻറ്റു 11 ഇൻറ്റു ഹൈറ്റ്, 7 ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് ഓരോന്ന് തന്നിട്ടുണ്ട് അല്ലേ, ഹൈറ്റ്. ഇങ്ങനെയാണ് ഫോർമുല വരുന്നത് അല്ലേ, 7 ഇൻറ്റു 11 ഇൻറ്റു h. ഓക്കെ, ഇനി ഓരോന്ന് ഹൈറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൈറ്റ് എത്ര, h ഈസ് ഈക്വൽ ടു, ഹൈറ്റ് ഈസ് ഈക്വൽ ടു 5 centimeter is given. Then volume is equal to, volume is equal to ഇതിന് നമുക്ക് 77h എന്ന് എഴുതിക്കൂടെ അല്ലേ, 77h എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ then ഇവിടെ വോളിയം is equal to എന്നാൽ നമ്മൾ എന്ത് എഴുതുന്നുണ്ട്, 77 ഇൻറ്റു 5. 77 ഇൻറ്റു 5 സാർ വേഗം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. എത്ര ആൻസർ എത്ര കിട്ടിയേ, 385 centimeter square. ഓക്കെ, then second case height, second case is height എത്ര തന്നിട്ടില്ലേ, height is equal to 9 centimeter. Then volume, find volume. Okay, find volume 77 into 9. Then multiply ചെയ്ത് നോക്കിയേ, how much, $693. Okay, 693 centimeter square. Clear? Clear ആണോ? Then next, third one is, third one, height is equal to 13 centimeter. Okay, 13 centimeter is given. Find volume, volume equal to 77. 77 അങ്ങനെ കിട്ടിയ 7 into 11. Okay, 77 into 13 is equal to എത്രയാ, how much, 1001 centimeter square. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ ആയാല് ലെറ്റ് ഹൈറ്റ് h ആയിട്ട് എടുക്കുന്നു. അതിന് അങ്ങനെ nth ടൈം ഓഫ് എക്സ്പ്രഷനിലെ ലീനിയർ എക്സ്പ്രഷനിലെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ലെറ്റ് ഹൈറ്റ് ഈക്വൽ ടു h centimeter, then volume is equal to 77h. Okay, this linear pattern is, this linear pattern is, വോളിയത്തെ v ആയി നോട്ട് ചെയ്യുന്നത്, v is equal to 77h. This is required linear pattern. Okay, ക്ലിയർ അല്ലേ? ഈസിയാണ്. ഒന്ന് ചെറുതായി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ക്വസ്റ്റ്യനിൽ നോക്കുക, തന്നിരിക്കുന്ന ഗിവൺ എന്തൊക്കെയാണെന്ന് അവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. ലുക്ക് ദീസ് ക്വസ്റ്റ്യൻസ്. Sarita is, Sarita. Okay, Sarita is reading a book of 500 pages. Sarita is reading a book of 500 pages. She reads 20 pages every day. Every day she reads 20 pages. Okay, how many pages will be left after 15 days? How many pages will be left after 50 days? Then next, express these as a linear pattern. Linear pattern express ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന ഗിവൺ എന്തൊക്കെയാ? Given total pages is given. Total pages is how much? 500 pages. Per day pages read per day. Okay, per day 20 pages. She reads 20 pages every day. Okay, is equal to 20.
Then page reading 50 days. After 50 days, page reading. Page read in 50 days. 15 days. How much? Yes, 20 into 50. That one is equal to 20 into 15. 300. Clear? Pages left. എത്ര പേജ് ലെഫ്റ്റ് ചെയ്യുന്നത്? പേജസ് ലെഫ്റ്റ് ഇസ് ഈക്വൽ ടു 500 ടോട്ടൽ പേജസ് മൈനസ് 50 ഡേയ്സ് റീഡ് ചെയ്ത് 300. ഓക്കെ, ദാറ്റ് വൺ ഈസ് ഈക്വൽ ടു 500 minus 300, 200. Clear? Let the pages left after n days. The required linear pattern is, let the pages right here. Let pages left after n days. Okay, n days. That is not equal, no, p of n. So pages nth days. Okay, then so required polynomial p of n is equal to 500 minus 20n. Okay, 20n n എത്ര ഡേയ്സ് ആണ് അത്? nth 520. അതങ്ങനെയല്ലേ നമ്മൾ കണ്ടുപിടിച്ചേ? ആഫ്റ്റർ 15 20 into 15. ഓക്കെ, അതാണ് 500 minus 20 into nth. Okay, this is the required linear expression. Okay, so exercise 3.3 is finished. Next